ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. അങ്ങനെ നമ്മുടെ 30 ഡേയ്സ് 30 ക്വസ്റ്റ്യൻ ചാലഞ്ചിലെ ഡേ 26 ആണെന്ന്. ഓക്കെ, 25 ഡേയ്സ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നമുക്കിനിയും കുറച്ച് ഡേയ്സും കൂടെ ഉള്ളൂ ഈ ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 25 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് കുറേ GK ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, അത് മാക്സിമം പഠിക്കുക. ഓക്കെ, ഇന്ത്യ റിലേറ്റഡും ഉണ്ട്, കേരള റിലേറ്റഡും ഉണ്ട്, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ടാവും, ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ GK ആയതുകൊണ്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. സോ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേ 26ലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കൂ. കൂടെ തന്നെ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുമായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേ 26ലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ലാലാ ലജ്പത് റായ് ആണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ലാലാ ലജ്പത് റായ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ് ചമ്പാരൻ എന്ന പ്രദേശം. ഓക്കെ, ബീഹാറിലാണ് ചമ്പാരൻ എന്ന പ്രദേശം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട്? ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. എത്ര വരികളാണ്? 13 വരികളാണ്. 13 വരികളാണ് ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്കപ്പോൾ. ഫോർത്ത് വൺ, ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല ഏതാണ്? ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല എവിടെയാണ്, അല്ലെങ്കിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഹൂബ്ലി. കർണാടകയിലെ ഹൂബ്ലിയാണ് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല. കർണാടകയിലെ ഹൂബ്ലി. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. എത്രയാണ്? 24 ആരക്കാലുകളാണ് അശോക ചക്രത്തിലെ, ദേശീയ പതാകയിലെ അശോക ചക്രത്തിലുള്ളത്. 24 അരക്കാലുകൾ. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ, ഭിന്നശേഷി സൗഹൃദ കേരളത്തിനായുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഭിന്നശേഷി സൗഹൃദ കേരളത്തിനായുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? സഹജീവനം എന്ന പേരുള്ള പദ്ധതിയാണ് ഭിന്നശേഷി സൗഹൃദ കേരളത്തിനായുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി. സഹജീവനം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെവൻത്ത് വൺ, ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏത്? ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാണ്? ക്യാബേജ് ആണ് ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം. ക്യാബേജ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ആർമിയുടെ മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറൽ പദവിയിലെത്തുന്ന ആദ്യ വനിത. ഇന്ത്യൻ ആർമിയുടെ മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറൽ പദവിയിലെത്തുന്ന ആദ്യ വനിത ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? സാധന സക്സേന നായരാണ് ഇന്ത്യൻ ആർമിയുടെ മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറൽ പദവിയിലെത്തുന്ന ആദ്യ വനിത. സാധൻ സക്സേന നായർ. ഓക്കെ, നയൻത്ത് ക്വസ്റ്റ്യൻ, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന സസ്യവിള. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന സസ്യവിള ഏതാണ്? പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന സസ്യവിള.
പരുത്തി. ഓക്കെ. 10th വൺ, മാരികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാരികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായിട്ടാണ്? കടൽ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മാരികൾച്ചർ. ഓക്കെ, മേരികൾച്ചർ അല്ലേ? എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കടൽ മത്സ്യകൃഷി അല്ലേ? മറൈൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ മാരികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കടൽ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മലയൻഡോർഫ് ഏത് വിളയുടെ സങ്കര മലയൻഡോർഫ് ഏത് വിളയുടെ സങ്കര ഇനം ആണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങിൻ്റെ സങ്കര ഇനമാണ് മലയൻഡോർഫ്. തെങ്ങിൻ്റെ സങ്കര ഇനമാണ് മലയൻഡോർഫ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 12th വൺ, കുർക്കുമീൻ എന്ന ചായം അടങ്ങിയിരിക്കുന്ന ഉൽപ്പന്നം ഏത്? കുർക്കുമീൻ എന്ന ചായം അടങ്ങിയിരിക്കുന്ന ഉൽപ്പന്നം ഏതാണ്? കുർക്കുമീൻ എന്ന ചായം അടങ്ങിയിരിക്കുന്നത് മഞ്ഞളിലാണ്. കുർക്കുമീൻ എന്ന ചായം അടങ്ങിയിരിക്കുന്ന ഉൽപ്പന്നം ഏത്? മഞ്ഞൾ. 13th വൺ, തേജസ് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തേജസ് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വിളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് തേജസ്? പച്ചമുളകുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് തേജസ്. ഓക്കെ. 14th വൺ, ഹെവിയ ബ്രസീലിയൻ എന്നത് ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഹെവിയ ബ്രസീലിയൻ എന്നത് ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഹെവിയ ബ്രസീലിയൻ എന്നുള്ളത്. ഓക്കെ, റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഹെവിയ ബ്രസീലിയൻ എന്നുള്ളത്. ഓക്കെ, റാബി വിളക്ക് ഉദാഹരണമാണ്. എന്തിൻ്റെ ഉദാഹരണമാണ് റാബി വിളക്ക്? ഗോതമ്പിൻ്റെ ഉദാഹരണമാണ് റാബി വിളക്ക്. ഓക്കെ. നെക്സ്റ്റ് വൺ, 16th വൺ, കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതായത് കീടനാശിനികളിലെ ഈ മഞ്ഞ അടയാളം ഉണ്ടല്ലോ പാക്കറ്റിൽ, അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. കൂടിയ വിഷാംശം എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം. കൂടിയ വിഷാംശം എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹരിത വിപ്ലവം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭക്ഷ്യോൽപാദനത്തിനെയാണ് ഹരിത വിപ്ലവം എന്ന് സൂചിപ്പിക്കുന്നത്. ഭക്ഷ്യോൽപാദനത്തിനെയാണ് ഹരിത വിപ്ലവം എന്ന് സൂചിപ്പിക്കുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത്? താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് എന്താണ്? ജയ്സൽമർ ആണ് താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത്. ജയ്സൽമേർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെക്കേ ഇന്ത്യയുടെ ധാന്യക്കലവറ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം? തെക്കേ ഇന്ത്യയുടെ ധാന്യക്കലവറ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം ഏതാണ്? തഞ്ചാവൂരാണ് തെക്കേ ഇന്ത്യയുടെ ധാന്യക്കലവറ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം, തഞ്ചാവൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20th വൺ, തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത്? തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറലാണ്. തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത്. തിരുക്കുറൽ എഴുതിയിട്ടുള്ളത് തിരുവള്ളുവർ ആണ്. ഓക്കെ, തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറൽ, അത് എഴുതിയിട്ടുള്ളത് തിരുവള്ളുവർ ആണ്. 21st വൺ, തമിഴ്നാട്ടിൽ ഗവർണറായ ആദ്യ മലയാളി വനിത? തമിഴ്നാട്ടിൽ ഗവർണറായ ആദ്യ മലയാളി വനിത ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഫാത്തിമ ബീവി ആണ് തമിഴ്നാട്ടിലെ ഗവർണറായ ആദ്യ മലയാളി വനിത, ഫാത്തിമ ബീവി. ഓക്കെ. 22nd വൺ, ഥാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി? ഥാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ലൂണി നദിയാണ് ഥാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി, ലൂണി നദി. 23rd വൺ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യൽ നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യൽ നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യൽ നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം, ഗുജറാത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തമിഴ്നാട്ടിലെ ധനുഷ്കോടിക്കും ശ്രീലങ്കയിലെ തലൈമന്നാറിലും മധ്യേ കടലിൽ സ്ഥിതി ചെയ്യുന്ന മണൽത്തിട്ട? തമിഴ്നാട്ടിലെ ധനുഷ്കോടിക്കും ശ്രീലങ്കയിലെ തലൈമന്നാറിനും മധ്യേ കടലിൽ സ്ഥിതി ചെയ്യുന്ന
മണൽത്തിട്ട ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ആദംസ് ബ്രിഡ്ജാണ് നമ്മൾ എന്ത് പറയും? രാമസേതു എന്നും പറയും. ആദംസ് ബ്രിഡ്ജ്, രാമസേതു. തമിഴ്നാട്ടിലെ ധനുഷ്കോടിക്കും ശ്രീലങ്കയിലെ തലൈമന്നാറിനും മധ്യേ കടലിൽ സ്ഥിതി ചെയ്യുന്ന മണൽത്തിട്ട രാമസേതു. രാമസേതുവിൻ്റെ പേര് ആദംസ് ബ്രിഡ്ജ് എന്നും കൂടെ ഉണ്ട്. ഓക്കെ, 25th വൺ. തമാശ ഏത് സംസ്ഥാനത്തെ പ്രധാന നൃത്തരൂപമാണ്? തമാശ ഏത് സംസ്ഥാനത്തെ പ്രധാന നൃത്തരൂപമാണ്? മഹാരാഷ്ട്രയിലെ പ്രധാന നൃത്തരൂപമാണ് തമാശ. ഓക്കെ, 26th വൺ. തമിഴ്നാട്ടിലെ അടയാറിൽ കലാക്ഷേത്രം സ്ഥാപിച്ച നർത്തകി. തമിഴ്നാട്ടിലെ അടയാറിൽ കലാക്ഷേത്രം സ്ഥാപിച്ച നർത്തകി ആരാണ്? രുക്മിണി ദേവി അരുണ്ടെ ആണ് തമിഴ്നാട്ടിലെ അടയാറിൽ കലാക്ഷേത്രം സ്ഥാപിച്ച നർത്തകി. രുക്മിണി ദേവി അരുണ്ടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 27th വൺ. തടാക നഗരം എന്നറിയപ്പെടുന്നത്? തടാക നഗരം എന്നറിയപ്പെടുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂരാണ്. തടാക നഗരം എന്നറിയപ്പെടുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂരാണ് തടാക നഗരം എന്നറിയപ്പെടുന്നത്. നെയ്ത്ത് പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? നെയ്ത്ത് പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? പാനിപ്പട്ട് ആണ് നെയ്ത്ത് പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പാനിപ്പട്ട് ആണ് നെയ്ത്ത് പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 29th വൺ. പഞ്ചാബി ഭാഷയുടെ ലിപി. പഞ്ചാബി ഭാഷയുടെ ലിപി ഏതാണ്? ഗുരുമുഖിയാണ് പഞ്ചാബി ഭാഷയുടെ ലിപിയായിട്ട് പറയപ്പെടുന്നത്. ഗുരുമുഖി പഞ്ചാബി ഭാഷയുടെ ലിപിയാണ്. 30th ആൻഡ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷികളുടെ പ്രഥമ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച സംസ്ഥാനം. പക്ഷികളുടെ പ്രഥമ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് പക്ഷികളുടെ പ്രഥമ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച സംസ്ഥാനം. ഉത്തർപ്രദേശ്. പക്ഷികളുടെ പ്രഥമ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ 26ലെ 30 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.